ഒടുവിൽ അമേരിക്ക മുട്ടുകുത്തി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇറാനുമായുള്ള ആ 5 ദിവസത്തെ വെടിനിർത്തൽ മറ്റൊരു കുതന്ത്രമാകാം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഇവിഷയത്തിൽ ഗൗരവമായ മറുപടി കൊടുക്കാത്തതും. അമേരിക്കയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ്റെ സ്പീക്കർ പിന്നാലെ വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്നും ചില സന്ദേശങ്ങളൊക്കെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്. അതിന് പിറകിൽ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. ഇറാൻ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയ കാലത്തും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാത്ത 2-3 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഈജിപ്താണ്, മറ്റൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് തുർക്കിയാണ്. ഈ 3 രാജ്യങ്ങൾ ഇറാൻ വിഷയത്തിൽ അമേരിക്കയുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയാണ് എന്നും എങ്ങനെയെങ്കിലും വെടിനിർത്തൽ അമേരിക്കയുടെ തന്നെ ആവശ്യമാണ് എന്നുമൊക്കെയാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈജിപ്ത്, ഗാസ, ഇസ്രായേൽ വിഷയങ്ങളിലെല്ലാം ഒരു മീഡിയേറ്ററായി അമേരിക്കയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. തുർക്കി എപ്പോഴും അമേരിക്കക്കൊപ്പം നിലനിൽക്കുന്ന ഒരു രാജ്യവുമാണ്. ഈ 3 രാജ്യങ്ങളും ഇറാനുമായും വളരെയധികം സൗഹൃദം പുലർത്തുന്നത് കൊണ്ടും ഈ വിഷയത്തിൽ ഈ മറ്റ് അറബ് രാഷ്ട്രങ്ങളെയൊക്കെ ഇറാൻ ആക്രമിച്ചപ്പോഴും പശ്ചിമേഷ്യയിലെ പ്രധാന പങ്കാളിയായിട്ടുള്ള ഈജിപ്തിലേക്ക് ഒരു മിസൈൽ പോലും ഇറാൻ അയച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാനും പേർഷ്യയും ഈജിപ്തുമൊക്കെ തമ്മിൽ ഒരു നാഗരിക ബന്ധം കൂടി ഉള്ളതുകൊണ്ട് ഈ 2 രാജ്യങ്ങളും എപ്പോഴും സൗഹൃദത്തിൽ തുടരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കാൻ ഇറാനും കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 രാജ്യങ്ങളും ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്നതിനാൽ തന്നെ ഇറാൻ അല്പമൊക്കെ ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് കടന്നു വരുന്നതായുമുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെ വാക്കുകളിലും അത് വളരെ വ്യക്തമാണ്. എന്നാൽ തന്നെയും ഇറാൻ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുമില്ല, അമേരിക്കയുടെ വെടിനിർത്തൽ എന്ന് പറയുന്ന ആ ഒരു കരാർ. കാരണം സുപ്രധാനമായ ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ 3ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവിനെ അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതും ഇറാനിലെ സ്കൂളിൽ 160 കുട്ടികളെ നരബലി നടത്തി യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതും. 5 ദിവസത്തേക്ക് ആക്രമിക്കില്ലെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നയുടൻ തന്നെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായതും കൂടി ഈ അവസരത്തിൽ കൂട്ടി വായിക്കണം. അതേസമയം തന്നെ UAEക്കെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ കടുത്ത ഒരാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ വെടിനിർത്തലിൻ്റെ മറവിൽ കരയാക്രമണത്തിലുള്ള അമേരിക്കയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിനുള്ള സമയമെടുക്കലാവാം ഈ 5 ദിവസം എന്ന നിരീക്ഷണവും യുദ്ധവിദഗ്ധന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനും അവരുടെ ഭാഗം ഏറ്റവും ശക്തമായി തയ്യാറാക്കാൻ ഈ 5 ദിവസം ഉപകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമയം സജ്ജീകരണങ്ങൾക്കായുള്ള ഇറാൻ്റെ ശ്രമങ്ങളെ നിരീക്ഷിക്കാനും അമേരിക്കക്ക് സാധിച്ചേക്കും എന്നതും വ്യക്തമാണ്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ആഗോള വിപണികൾ ഏറെ നാളത്തെ ഇടിവിന് ശേഷം, കിതപ്പിന് ശേഷം വീണ്ടും ഒരു ഉണർവിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ധനത്തിന് ബാരലിന് 110, 120, 150 ഡോളറൊക്കെ ആയ ഇടത്ത് നിന്ന് 100ലേക്കും 100ൽ താഴെയിലേക്കുമൊക്കെ എത്തി എന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഞാനും ആയത്തുള്ളയും ചേർന്ന് ഹോർമുസ് ഭരിക്കുമെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ഇതുവരെ സ്വന്തമായി കൈകാര്യം ചെയ്തിരുന്ന ഹോർമുസിൽ മറ്റൊരാൾക്ക് ഇറാൻ അവസരം നൽകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി അമേരിക്കയുമായി ചർച്ചയാവുകയാണെങ്കിൽ പോലും ഇറാൻ നേരത്തെ എടുത്ത നിലപാടുകളിൽ എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്യും എന്നതും നമ്മൾ കണ്ടറിയണം. അമേരിക്കക്ക് വഴങ്ങി നിൽക്കുന്ന ഇറാനെ കാണേണ്ടി വരുമോ, അതല്ല യുദ്ധമുഖത്ത് വീറോടെ നിലയുറപ്പിക്കുന്ന ഇറാനെ കാണേണ്ടി വരുമോ? രണ്ടായാലും ലോകം ഉറ്റുനോക്കുകയാണ്. ഹോർമുസ് അടച്ചിട്ടില്ല. ശത്രുവിൻ്റെ പങ്കാളിയല്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾ നിബന്ധനകൾ പ്രകാരം കടന്നു പോകാം എന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം നേരത്തെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇതൊരു ഇറാൻ്റെ തന്ത്രമാണ്, ഒരു രാഷ്ട്രീയ നിലപാടാണ്. പച്ചക്ക് പറഞ്ഞാൽ ഇറാനുമായി സൗഹൃദം പുലർത്തുന്ന, നേരത്തെ പറഞ്ഞതുപോലുള്ള റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, ഈജിപ്ത്, തുർക്കി പോലെയുള്ള രാഷ്ട്രങ്ങളുടേതിന് കടന്നു പോകാം എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ സൗഹൃദ രാജ്യങ്ങൾക്കുള്ള അവസരമാവുകയും ചെയ്യും. തത്വത്തിൽ ഈ രാജ്യങ്ങൾ അമേരിക്കയോട് കൂടുതൽ അടുക്കുന്നതിൽ നിന്ന് ഒരു പരിധിവരെ ഈ വിഷയത്തിൽ തടയുകയും ചെയ്യും എന്ന ഒരു വിശാലമായ തന്ത്രമാണ് ഇവിടെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകൾ അതേസമയം തന്നെ കടത്തിവിടാൻ കഴിയാത്ത നിലവിലെ അവസ്ഥ തുടരുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ
ഇതൊരു തന്ത്രപരമായ ഒരു നിലപാടാക്കി ഇറാൻ ഇതിനെ മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന നിലപാട് അമേരിക്ക എടുക്കാനുള്ള കാരണം ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ള റിഫൈനറികൾ പദ്ധതികൾ ആക്രമിക്കുമെന്ന ഭീഷണി മൂലമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ സാരമായിട്ട് ബാധിക്കുന്നൊരവസ്ഥയുണ്ടാക്കും. അതുണ്ടാവാതിരിക്കൽ അമേരിക്കയുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അങ്ങനെ വിലയിരുത്തുന്നതുമുണ്ട്. ഇനി ഗൾഫിൻ്റെ അത്തരം സ്രോതസ്സുകളെ ഇറാൻ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ വെറുതെ ഇരിക്കുകയില്ല. നിലവിൽ ഗൾഫ് രാജ്യങ്ങൾ തുടരുന്ന ആ ഒരു ജാഗ്രതയുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങളുടെ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടേണ്ടതില്ല എന്ന ശക്തമായ തീരുമാനം കൊണ്ട് മാത്രമാണ്. അതിനെ മറ്റു പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഗൾഫിൽ മാത്രമല്ല അത് ബാധിക്കുക, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അത് ബാധിക്കുമെന്ന വിശാലമായ കാഴ്ചപ്പാട് ഗൾഫിനുള്ളത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചേക്കില്ല. പക്ഷേ ഇത്തരം സ്രോതസ്സുകൾ ആക്രമിക്കപ്പെട്ടാൽ ഒരു പക്ഷേ നേരിട്ട് ഉള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സൗദിയെ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും സാധിക്കാതെയും വരും. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാളുന്ന ഒരു യുദ്ധതന്ത്രമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് സൈനിക സജ്ജീകരണത്തിനാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വീണ്ടും കൂടുതൽ ജാഗ്രത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ്. ട്രംപ് പലപ്പോഴും വാക്ക് മാറ്റി പറയുന്ന ഒരാളാണ്, അവസരത്തിനൊത്ത് വാക്കുകൾ മാറുന്ന ആളാണ്. എപ്പോഴാണ് താൻ പറഞ്ഞ വാക്ക് വിഴുങ്ങുക എന്നത് സംബന്ധിച്ച് ഒന്നും ആർക്കും നിർവചിക്കാൻ കഴിയാത്തതാണ്. ട്രംപിന് ബുദ്ധി കൂടുതൽ ഉദിക്കുകയാണെങ്കിൽ ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറും. അതല്ല, ഇതൊരു തന്ത്രമായി കരസേനയെ വിന്യസിക്കുവാനുള്ള സമയമാക്കി മാത്രം കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളവും യുദ്ധത്തിലേക്ക് തന്നെ ലോകത്തെ വലിച്ചിഴക്കാനും അതോടൊപ്പം തന്നെ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്കുൾപ്പെടെ LPG ക്ഷാമത്തിലേക്ക് ഉൾപ്പെടെ ലോകത്തെ നയിക്കാനും കാരണമാകും എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ യൂറോപ്പിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്. അത് പെട്രോളും ഡീസലും ലഭിക്കാത്ത വാഹനങ്ങളുടെ നീണ്ട നിരകൾ ഓരോ നഗരങ്ങളിലും നിൽക്കുന്ന നമുക്ക് കാണാം. ആ വാഹനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ധനമില്ലാത്തത് കൊണ്ട് ആ ചരക്ക് ഗതാഗതം സ്തംഭിക്കുന്ന ഒരവസ്ഥ കൂടി യൂറോപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ മറ്റൊരാൾ പ്രത്യക്ഷപ്പെടും. അത് സാക്ഷാൽ റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇളവ് പ്രഖ്യാപിച്ചൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 30 ദിവസം എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് ഈ ഒരു പേരിൽ 30 നീട്ടി പതിയെ ഈ ഒരു ഉപരോധം എടുത്തു കളയപ്പെടുന്ന തരത്തിലേക്ക് റഷ്യക്ക് ലോകരാഷ്ട്രീയത്തിൽ സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മറ്റൊരു പണി കൂടി അമേരിക്കയ്ക്ക് ഇതോടൊപ്പം നൽകുകയാണ്. തങ്ങളുടെ ഹോർമസ് വഴി നേരത്തെ ഞാൻ പറഞ്ഞു, അത് ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളുടേതല്ലാത്ത കപ്പലുകൾക്ക് കടന്നു പോകാം എന്ന് പറയുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ വലിയ തുക അത് ചൈനീസ് യുവാനിൽ നൽകണമെന്നാണ്. അമേരിക്കയുടെ ഡോളറിനെ തളർത്തുക എന്നത് എക്കാലത്തും ലോക സാമ്പത്തിക എതിർച്ചേരി അമേരിക്കക്ക് നൽകുന്ന ഒന്നാണ്. ഡോളർ തകർന്നാൽ അമേരിക്ക തകരും എന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഡോളറിനെ പുച്ഛിക്കുന്ന ഒരു നിലപാട് ഇറാനും ഇവിടെ കൈക്കൊണ്ടു. ചൈനയുടെ യുവാനിൽ ഇടപാട് നടത്തി നിങ്ങൾക്ക് ഇതുവഴി കപ്പൽ കൊണ്ടുപോകാമെന്നാണ് ഈ സൗഹൃദ രാജ്യങ്ങളോടക്കം ഇറാൻ പറയുന്നത്. അതിന് അമേരിക്കയുടെ കൂടി സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അത് ഇറാൻ പയറ്റുന്ന യുദ്ധതന്ത്രത്തിൻ്റെ വലിയ ഒരു തന്ത്രമായിട്ട് വിലയിരുത്തപ്പെടും. ഇന്ത്യയുടെ 2 കപ്പലുകൾ ഇത്തരത്തിൽ $2 മില്യൺ നൽകിക്കൊണ്ട് ഇതുവഴി കടന്നുപോയി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയോ ഇറാനോ അത് സ്ഥിരീകരിച്ചിട്ടുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ്റെ തന്ത്രം ഇതാണെങ്കിൽ അത് ഏറ്റവും മികച്ച തന്ത്രമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.